ചെറുനാരങ്ങയും ഈന്തപ്പഴവും കൂടിയിട്ടുള്ള അച്ചാറാണ്. അതിനായിട്ട് ഒരു ചെറുനാരങ്ങ ഇതാ ഇതുപോലെ 8ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതാ ഈ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇതാ ഈ പരുവത്തിൽ ഈ കഷ്ണം ഇതുപോലെ ആക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ 250 ഗ്രാം ചെറുനാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ഉപ്പും 250 ഗ്രാം ചെറുനാരങ്ങയും ചേർത്തിളക്കിയിട്ട് ഇതൊരു അരമണിക്കൂർ നേരം എടുത്തു വയ്ക്കണം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് ഇത് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം. ഇനി ഇത് ഒരു അരമണിക്കൂർ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ ഇതും എടുത്തു വയ്ക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 150 ഗ്രാമാണ് ഈന്തപ്പഴം എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായുണ്ട്. നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നിറം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. ചെറുതായിട്ട് അരിഞ്ഞ 1/4 കപ്പ് ഇഞ്ചി. 1/4 കപ്പ് ഇഞ്ചി പോലെ തന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഇടവിട്ട് ഇളക്കിയെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്നല്ലോ, ആ ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ ഇതുപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. അതിനുശേഷം ഈന്തപ്പഴം മുകളിൽ ഇതേപോലെ നിരത്തുക. ഇളക്കാൻ പാടില്ല, ഇതുപോലെ നിരത്തി വെക്കുക. ഇനി ഇത് ഇളക്കാതിരിക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് വേവിക്കുക. അധികം വേവരുത്. അപ്പോൾ ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വീണ്ടും 3 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. കരിഞ്ഞു പോകരുത്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടെ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മളിത് കഴിച്ചു നോക്കുകയാണെങ്കിൽ കയ്പുണ്ടാവും, അതേപോലെ തന്നെ ഉപ്പ് കൂടുതലായിരിക്കും, മധുരം കൂടുതലായിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഒരു 5 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ടേസ്റ്റിൽ വരും. ഇനി തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലൈം ഡേറ്റ്സ് പിക്കിൾ റെഡിയായി.